അങ്ങനെ ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ വളാഞ്ചേരിയിൽ നിന്ന് പട്ടാമ്പിക്ക് പോകുന്ന റോഡിനാണ്. അപ്പോൾ എന്തായാലും അവിടെയാണ് ഇപ്പോൾ നമ്മളെ പള്ളി ഉള്ളത്, കോട്ടപ്പുറം ജുമാ മസ്ജിദ് അവിടെയാണ് ഇപ്പോൾ. അപ്പോൾ എന്തായാലും അവിടുത്തെ പള്ളിയുടെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ഇനാഗുറേഷൻ ഇന്ന് രാവിലെ നമ്മുടെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചിരിക്കണേ. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു വീഡിയോ മൊത്തത്തിൽ എടുക്കാൻ അവർ കാണുന്ന ഒരു ആഗ്രഹം, അതിൻ്റെ വീഡിയോ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ എന്തായാലും ഗായ്സ് ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ പള്ളിയുടെ ഫ്രണ്ട് ഭാഗത്താണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ആ ഫ്രണ്ട് കൂടെ അങ്ങോട്ട് കയറി പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ എന്തായാലും ഇവിടെ വന്ന് നോക്കുമ്പോൾ ഒരുപാട് പേരുണ്ട്, നല്ല തിരക്കാണ്. പിന്നെ നമ്മളെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ചിട്ടുള്ള വയലും കാര്യങ്ങളൊക്കെ ഉണ്ട് സെറ്റപ്പ് ആക്കിയിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അകത്തേക്ക് പോയേക്കാം. നമ്മൾ കാണിച്ചു കൊടുക്കും, നമ്മുടെ പ്രവർത്തനത്തിലൂടെ കാണിച്ചു കൊടുക്കുക. എത്ര സന്തോഷത്തിലാണ് അന്ന് തുടങ്ങിയതാണ്. ഇവിടെ ഇങ്ങനെ പലഹാരങ്ങൾ വെച്ച് മിഠായികളായി. അങ്ങനെ എന്തായാലും ഇവിടെ വന്ന് നോക്കുമ്പോൾ നല്ല ആളുകളുണ്ട് കേട്ടോ. ഇതിൻ്റെ പ്രസംഗം കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, തുടങ്ങിയിരിക്കുന്ന പ്രസംഗം കാര്യമൊക്കെ. എന്തായാലും നിറയെ ജനങ്ങളാണ്. സെക്രട്ടറി, പ്രിയപ്പെട്ട ഉസ്താദുമാർ, കമ്മിറ്റി, മദ്രസ കമ്മിറ്റി അംഗങ്ങൾ, പ്രിയപ്പെട്ട നാട്ടുകാർ, സഹോദരിമാർ, മദ്രസ തൊട്ടപ്പുറത്ത് മദ്രസയിലെ ബിൽഡിങ്ങിൽ ദൈവമായിട്ട് കാണുന്ന പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളുണ്ട്. അവരെയും സ്വാഗതം ചെയ്യുന്നു, ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ പള്ളിയുടെ ചിത്രങ്ങളും നടക്കുന്ന ഇത് നമ്മളെ പള്ളിയുടെ ഒരു സൈഡാണ് കാണും കേട്ടോ. ഫ്രണ്ട് നല്ല അടിപൊളി പന മരമൊക്കെ വെച്ച് പിടിപ്പിച്ച് സെറ്റാക്കിയാണ്, ലൈറ്റും ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ. ഇത് നമ്മളെ പള്ളിയുടെ ഒരു സൈഡ് ഭാഗമാണ്. അതിൻ്റെ ഫ്രണ്ടിലുള്ള ഏരിയയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിപൊളിയായിട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റപ്പ് ആക്കിയാണ്. ഇങ്ങനെ ഫ്രണ്ട് ഭാഗത്ത് ഇങ്ങനെ സെറ്റാക്കിയാണ്. സൗകര്യമുണ്ടോ? പിന്നെ നമ്മളെ പള്ളിയുടെ ഫുള്ള് വ്യൂ കിട്ടണ ഇവിടേക്ക് വരണം. ഇതാണ് പള്ളിയുടെ ഫുള്ളായിട്ടുള്ള വ്യൂ. ഇവിടെയൊക്കെ നമ്മളെ ഖബർസ്ഥാനും കാര്യങ്ങളൊക്കെ രണ്ട് സൈഡിൽ കണ്ട. പിന്നെ അങ്ങോട്ട് മേലേക്ക് ആ ഭാഗത്തേക്ക് അതിൻ്റെ റൈറ്റ് സൈഡിലുള്ളതാണ് അതിൻ്റെ ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഇതാണ് അതിൻ്റെ ഫ്രണ്ട് ഏജ് ഈ കാണുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് പള്ളിയുടെ അകത്ത് കണ്ട് പോയേക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള വിശേഷങ്ങളൊക്കെ കാണാം. നമുക്ക് ഫസ്റ്റ് നിലയിൽ തന്നെ പോയേക്കാം. ഇത് നമ്മളിപ്പോൾ ടോട്ടൽ 3 നിലയാണ് ഇതിപ്പോൾ ഉള്ളത് പള്ളി. ഇത് നമ്മളെ ഏറ്റവും താഴത്തെ ഫ്ലോറാണ്. അപ്പോൾ എന്തായാലും ഇത്
താഴ്ഭാഗം ജിപ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റാക്കി നല്ല ഇൻറ്റീരിയൽ വർക്കും കാര്യങ്ങളൊക്കെ അടിപൊളിയാക്കി ഡോറും കാര്യമൊക്കെ ഒരു രക്ഷയില്ല. അടിപൊളി ഡോറ്, വലിയ വലിയ ഡോറും കാര്യങ്ങളൊക്കെയാണ് നല്ല സെറ്റ്. പിന്നെ നമ്മൾ ഖുത്ബ ഓതുമ്പോൾ ഇമാം വെക്കുന്ന സ്ഥലമൊക്കെയാണ് അവിടെ കാണുന്നത്. നമ്മൾ അവിടെ എഴുതി വെച്ചെങ്കിൽ ഇലാഹ മദ്രസകളൊക്കെ സെറ്റാക്കി അടിപൊളിയാക്കുന്നത് ഒക്കെ. എന്തായാലും ഒരു അടിപൊളി ഇൻറ്റീരിയലും കാര്യങ്ങളൊക്കെ സെറ്റാണ്. ലൈറ്റുകൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെ അടിപൊളിയാണ്. എന്തായാലും മരം കൊണ്ടിട്ടൊരു പണി നടത്തിക്കുന്നത് നമ്മളെ പള്ളി. അങ്ങനെ നമ്മളെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് ഉള്ളിലേക്ക് വരുന്ന വഴിയെടുപ്പ് കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മളെ മേലേക്ക് പോണ കൂണിയാണ് കിട്ടുക. അപ്പോൾ എന്തായാലും നമുക്ക് മേലേക്കോട്ട് പോയേക്കാം. മേലെ പോയി കഴിഞ്ഞാൽ ഒരു അടിപൊളിയാക്കാൻ എന്തായാലും പോയേക്കാം. അങ്ങനെ ഞങ്ങൾ രണ്ടാമത്തെ ഫ്ലോറിലെത്തി. അവിടെ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫാനൊക്കെ ഫുള്ളായിട്ട് ഓടുന്നുണ്ട്. ഒരുപാട് ഫാൻ തന്നെ ഇഷ്ടംപോലെ ഫാനുള്ള കുട്ടികൾ കളിക്കുന്നുണ്ട്. പിന്നെ അവിടെ കാർപ്പറ്റും കാര്യം സെറ്റാക്കിയാണ്. അങ്ങനെ ഫസ്റ്റ് ഫ്ലോറും പിന്നെ രണ്ടാമത്തെ ഫ്ലോറും മറ്റേ കാർപ്പറ്റൊക്കെ സെറ്റാക്കിയാണ് കേട്ടോ. അങ്ങനെ എന്തായാലും നമുക്ക് മൂന്നാമത്തെ നിലമ പോയേക്കാം. മൂന്നാമത്തെ നിലമ പോയേക്കുമ്പോൾ ഫുൾ ടൈലാട്ടോ. ഫുൾ ടൈല് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കാർപ്പറ്റും കാര്യങ്ങളൊന്നും ഇല്ല. അവിടെ പിന്നെ വല്ലാതെ ആളുണ്ടാവില്ല. അപ്പോൾ പിന്നെ എന്തായാലും ടൈലും കാര്യങ്ങളൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കാണാം. അങ്ങനെ നമ്മൾ നേരെ ഇതിൻ്റെ ഫ്രണ്ടിക്ക് മൂന്നാം നിലയുടെ മേലല്ലേ, ഇതാണ് നിങ്ങൾ മേലെ നിന്ന് കാണുന്ന ഒരു സ്ഥലം. അതിനിപ്പോൾ നമ്മളുള്ളത് ഇപ്പോൾ ഏറ്റവും ടോപ്പിലാട്ടോ. നമ്മൾ ഡോറൊക്കെ ലോക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ പുറത്തോട്ട് കിടക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിന് സെറ്റിംഗ് കാണുന്നുണ്ട്. പിന്നെ अब तो घबरा के ये कहते تقبل منا إنك أنت السميع العليم. അങ്ങനെ ഗൈസ് നമ്മൾ പള്ളിയൊക്കെ കണ്ട് സെറ്റായിട്ട് പുറത്തിറങ്ങി. എന്തായാലും നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനായിരിക്കുന്നത്. അങ്ങനെ പള്ളി കാണാത്തവരുണ്ടെങ്കിൽ വന്ന് കണ്ടോളിയും. കാണാതിരിക്കുന്നത് ഭയങ്കര നഷ്ടമാണ്. അപ്പോൾ ഗൈസ് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നത്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള വല്ലേക്ക് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ. ഓക്കെ.